ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് അതിൻ്റെ ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു. അടുത്തത്, കുഴി മുതൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. കുഴിമുതൽ ഒരു ചെറിയ ജീവിയാണ്, ചെറുതരം മുയലുകൾ, ചെറുതരം ജീവികൾ. അത് ബലഹീന ജാതിയാണ്, വലിയ ശക്തിയൊന്നുമില്ല, കരുത്തില്ല. പക്ഷേ അവയുടെ പാർപ്പിടം പാറ പിളർപ്പുകളിലാണ്, പാറയുടെ വിള്ളലുകളിലാണ്. അതിനെ ആർക്കും ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല. പാറ പിളർപ്പുകളിലാണ് വസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയാണ്, പക്ഷേ പാറയിൽ തൻ്റെ പാർപ്പിടം ഉണ്ടാക്കുന്നു. കർത്താവിന് സ്തോത്രം. ഈ തുറക്കപ്പെട്ട പാറയിൽ, അടിക്കപ്പെട്ട പാറയിൽ, പിളർന്നിരിക്കുന്ന പാറയിൽ നിങ്ങൾക്ക് പാർപ്പിടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഈ അടിക്കപ്പെട്ട പിളർക്കപ്പെട്ട പാറ, ഗോകുൽത്തായിൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ആ പാറയിൽ വിള്ളലുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ സ്വന്തം അനുഭവം എന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ, എങ്കിലും പറയാതെ പോകാൻ എനിക്ക് വയ്യ. ദൈവത്തിന് സ്തോത്രം. ഒരു വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചു. ഞാൻ നിസ്സഹായനായിരുന്നു, ഞാൻ അനാഥനായിരുന്നു. അപ്പനെ കണ്ട ഓർമ്മ പോലുമില്ല. അപ്പൻ മരിച്ചു കിടക്കുമ്പോൾ അപ്പൻ്റെ കട്ടിലിൻ്റെ ചുറ്റും ഞാൻ പിടിച്ചു നടന്ന് അപ്പ എന്ന് വിളിച്ചുകൊണ്ട് നടന്നു നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം അപ്പൻ പകല് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ അപ്പൻ്റെ കൂടെ അപ്പനെ വിളിച്ച് ചേർത്ത് കിടത്തി എന്നെയും ഉറക്കുമായിരുന്നു. അന്ന് എന്തുകൊണ്ടാണ് അപ്പനെ വിളിക്കാത്തതെന്ന് മനസ്സിലായില്ല. മരിച്ചു കിടക്കുമെന്ന് പറഞ്ഞാൽ ഒരു വയസ്സ്, കഷ്ടിച്ച ഒരു വയസ്സും ഒരു 11 ദിവസവും. ആ കുട്ടിക്ക് എന്ത് മനസ്സിലാകാനാണ്? എന്നെ വിളിച്ച് കിടത്താത്തത് എന്താണെന്നാണ് ഞാൻ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് നടന്നത്. ദൈവത്തിന് സ്തോത്രം. എത്രയോ വർഷങ്ങളായി. ഇന്നും അന്ന് അപ്പ എന്ന് വിളിച്ച ശബ്ദം ഭൂമിയിലെ അപ്പം കേട്ടില്ല, മരിച്ചു പോയിരുന്നു. പക്ഷേ സ്വർഗത്തിലെ അപ്പൻ കേട്ടു, സ്വർഗത്തിലെ ജീവനുള്ള ദൈവം കേട്ടു. കർത്താവ് എന്നെ തൊട്ട് നടത്താൻ തുടങ്ങി. അമ്മയുടെ കണ്ണുനീര് കണ്ട്, എൻ്റെ പെങ്ങളുടെ കണ്ണുനീര് കണ്ട് വലഞ്ഞ്, വേദനിച്ച്, വിഷമിച്ച്, നിരാശനായി, മുഖം വാടിയവനായി, അപകർഷതാബോധത്തോടെ ജീവിച്ച കാലങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഒരാളൊന്നും ചോദിക്കാൻ ആരുമില്ല. ഞാൻ അനാഥനായിരുന്നു, ഞാൻ രഗതിയായിരുന്നു. എൻ്റെ കർത്താവ് കൃപയാൽ ഒരു സമയത്ത് തന്നെ ഒന്ന് തൊട്ടു. വചനം കേട്ടപ്പോഴാണത്. വചനം കേട്ടപ്പോൾ ഞാൻ അതുവരെയും നിരാശയോടിരുന്നു. ഞാൻ അന്ന് വചനത്തിൻ്റെ അത്ഭുത ശക്തി എന്നെ ഒന്ന് സ്പർശിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, പക്ഷേ ഞാൻ പിന്നെ ഏങ്ങലടിക്കുകയായിരുന്നു. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. അന്ന് ഞങ്ങളുടെ പള്ളിയിൽ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഒരു ദൈവദാസൻ വന്ന് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ വാക്കുകൾ ഹൃദയത്തിൽ തറഞ്ഞതുപോലെ അനുഭവപ്പെട്ടു. അസ്ത്രം കൊള്ളുന്നത് പോലെ എൻ്റെ ഹൃദയം മുറിപ്പെട്ടു. ഞാൻ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അന്ന് അത്ഭുതങ്ങളുടെ ദിവസമായിരുന്നു. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വീട്ടിൽ വന്നു, അമ്മയും പെങ്ങളും കിടന്നു. അത്താഴം കഴിഞ്ഞ് ഞാനും കിടന്നു. പക്ഷേ ഞാൻ പിന്നെ എഴുന്നേറ്റിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതം ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്. ഇനി ഞാനില്ല, നീയേ ഉള്ളൂ. എന്നെ നീ നടത്തണമേ, എന്നെ നീ നയിക്കണമേ. സ്തോത്രം. എനിക്ക് ആ പാറയിൽ, ആ പിളർക്കപ്പെട്ട പാറയിൽ ഒരു പാർപ്പിടം കിട്ടി, തലചായ്ക്കാനൊരിടം കിട്ടി. യേശുവിൻ്റെ തിരുവിലാവിൽ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ തലചായ്ക്കാൻ എനിക്കൊരിടം കിട്ടി. അനാഥനായവന് നാഥനായി യേശു എഴുന്നള്ളി വന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അതെല്ലാം ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെല്ലാം ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്തെന്ത് അത്ഭുതങ്ങളാണ് നടന്നത്. സ്തോത്രം. വഴിമുട്ടിപ്പോയ എൻ്റെ ജീവിതം പിന്നെ തളർക്കാൻ തുടങ്ങി. 10ാം ക്ലാസ്സിൽ പഠിത്തം കൊണ്ട് തീർന്നു പോയ എൻ്റെ ജീവിതം പിന്നെയും മുന്നോട്ട് പോകാൻ തുടങ്ങി. എന്തെന്ത് അത്ഭുതങ്ങളാണ് നടന്നത്. അത്ഭുതങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ മാനസാന്തരം അനുഭവത്തിലേക്ക് വന്നപ്പോൾ പലരും കളിയാക്കി, പലരും പരിഹസിച്ചു, പലരും എന്നെ ഒറ്റപ്പെടുത്തി. പക്ഷേ അതൊന്നും എന്നെ ബാധിച്ചില്ല. ഭാഗ്യവശാൽ ഒന്നും ബാധിച്ചില്ല. എനിക്ക് കിട്ടിയ നിധിയാണെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. നിധിയാണ് കിട്ടിയത്. നിത്യനിധിയായ ക്രിസ്തുവിനെയാണ് എനിക്ക് കിട്ടിയത്. ദൈവത്തിന് സ്തോത്രം. പാറയിൽ അഭയം കിട്ടി, ആ തിരുവിലാവിൽ അഭയം കിട്ടി.
പിളർക്കപ്പെട്ട പാറയിൽ അഭയം കിട്ടി. പാറ ക്രിസ്തു, ജീവനുള്ള ക്രിസ്തു. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 10 അധ്യായത്തിൽ ആദ്യം നമുക്ക് വായിക്കുമ്പോൾ കാണാം, അവരെ അനുഭവിച്ച ആത്മീയ പാറയുന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു ആയിരുന്നു കാണാം. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അവരെ അനുഗമിച്ച ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി പോകുമ്പോൾ അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഇന്ന് ഇസ്രായേൽക്കാർ മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ, മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തു പോകുമ്പോൾ, അവർ കനാനെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു പോകുമ്പോൾ അവർക്ക് വെള്ളമില്ലാതെയായി. ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞാൽ പിറുക്കാൻ തുടങ്ങി. വെള്ളമില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കൃപയാൽ മോശയ്ക്ക് കാണിച്ചു കൊടുത്തു, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുമെന്ന്. പാറയിൽ നിന്ന് ദൈവം പറഞ്ഞു, കരിമ്പാറക്കൂട്ടം. കരിമ്പാറ, ഒറ്റപ്പാറയല്ല, കരിമ്പാറ തന്നെ. ഇതാ വരുന്നു. പാറയുടെ ഒരു ഭാഗത്ത് വിള്ളൽ, അതിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നു. 600,000 പേരെന്ന് പറഞ്ഞാൽ 6 ലക്ഷം പേർക്ക് കുറച്ചെങ്കിലും വെള്ളം കുടിച്ചാൽ മതിയാകുമോ? എന്തുമാത്രം വെള്ളം വേണം? ഒരു വലിയ കനാൽ സിസ്റ്റം അന്ന് അവിടെ ഉദ്ഘാടനം ചെയ്തു. വലിയൊരു കനാൽ സിസ്റ്റം. ഒരു ചെറിയ തോടൊഴുകയല്ല. ഈ 600,000 പേർക്കും കുടിക്കാൻ പാകത്തിന് വെള്ളം കിട്ടി. ശുദ്ധജലം, വിശുദ്ധജലം. ദൈവത്തിന് സ്തോത്രം. എത്ര പേര് വന്നാലും കുടിക്കാൻ വെള്ളം കിട്ടി. പാറയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, എന്തിനു മുൻകൃതിയാണെന്നറിയാമോ? ഇത് ഒരു പ്രതീകമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവിലാവ് തുറന്നൊഴിയ തിരുരക്തത്താൽ നമുക്ക് പാപമോചനം കിട്ടുന്നു. ആ തിരുരക്തത്താൽ നമുക്ക് ആന്തരിക ദാഹം ശമിക്കുന്നു, അന്തർദാഹം ശമിക്കുന്നു. നമ്മുടെ ഭാരങ്ങൾക്ക് ഇളവ് കിട്ടുന്നു. നമ്മുടെ ആകുലങ്ങൾ മാറുന്നു, പ്രയാസങ്ങൾ മാറുന്നു. നമ്മുടെ മുന്നോട്ടുള്ള ഗതി ശരിയായി വരുന്നു. ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. ആ പാറ ക്രിസ്തു ആയിരുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്. അവരൊരു പാറ അനുഗമിക്കുന്നുണ്ടായിരുന്നെന്ന്. പാറ ചലിക്കുന്നു എന്നല്ലതിൻ്റെ അർത്ഥം. അവരെവിടെ ചെന്നാലും ഈ പാറയിൽ നിന്ന് വെള്ളം കിട്ടിക്കൊണ്ടിരുന്നു. അവരനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ഈ പ്രായം വരെയും നിങ്ങൾ ജീവിച്ചില്ലേ? ഈ പ്രായം വരെയും ജീവിച്ചപ്പോൾ നിങ്ങൾക്ക് ഓരോ അവസരങ്ങളിലും കർത്താവ് ചില ഇളവുകൾ തന്നില്ലേ? നിങ്ങൾ രോഗം വന്നപ്പോൾ കർത്താവ് സൗഖ്യം തന്നില്ലേ? നിങ്ങൾ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്തില്ലല്ലോ. ചികിത്സിച്ചു, പക്ഷേ സൗഖ്യം തന്നില്ലേ? സൗഖ്യം തരുന്ന ദൈവമല്ലേ? ഡോക്ടർമാർക്ക് ബുദ്ധി തരുന്ന ദൈവമല്ലേ? ഡോക്ടർമാർക്ക് പ്രൊസീജിയേഴ്സ് ചെയ്യുവാനുള്ളതായ കഴിവ് തരുന്ന ദൈവമല്ലേ? എല്ലാം ദൈവം ചെയ്യുന്നു. ക്രിസ്തുവാണ് എല്ലാം ചെയ്യുന്നത്. ആത്മീയ പാറ അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെവിടെ പോയാലും ഈ ആത്മീയ പാറ നിങ്ങളെ അനുഗമിക്കുന്നുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തെ മുഖത്തപ്പെടുത്തുന്നു. കർത്താവിന് സ്തോത്രം. ഈ ആത്മീയ പാറ നിങ്ങൾ പരീക്ഷ എഴുതാൻ, നീറ്റിൻ്റെ പരീക്ഷ എഴുതിയ കുട്ടികളുണ്ടല്ലോ, പരീക്ഷ എഴുതാൻ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആത്മീയ പാറ നിങ്ങളെ അനുഗമിക്കും. സ്തോത്രം. ഈ പ്രാവശ്യം നല്ലപോലെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഒട്ടും നിരാശപ്പെടാതെ നിങ്ങൾ പഠിച്ചുകൊള്ളൂ, എഴുതൂ. അപ്പോൾ ഈ ആത്മീയ പാറ നിങ്ങളെ അനുഗമിക്കും. ഈ ആത്മീയ പാറയിൽ നിങ്ങൾ കുടിച്ച് ദാഹം തീർക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ വിശ്വസിക്കൂ, എൻ്റെ ജീവിതം ഞാൻ യേശുവിന് കൊടുത്തിരിക്കുകയാണ്. ഈ ജീവിതത്തിന് എൻ്റെ മേൽ എനിക്ക് എൻ്റെ മേൽ അവകാശമില്ല. യേശുവിന് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. യേശു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. തിരുരക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഞാൻ ഇനി എൻ്റെ അല്ല, എൻ്റെ ഈ ബുദ്ധി എൻ്റെ അല്ല, എൻ്റെ ഓർമ്മ എൻ്റെ അല്ല, എൻ്റെ ശക്തി എൻ്റെ അല്ല, എൻ്റെ അറിവ് എൻ്റെ അല്ല, ഞാൻ പഠിച്ചു വെച്ചതൊന്നും എൻ്റേതല്ല. എല്ലാം ഞാൻ പഠിച്ചു. പക്ഷേ എൻ്റെ കർത്താവേ, ഇനി നീ എനിക്ക് ഓർമ്മശക്തി തരണം. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് ചെന്ന് പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കണം. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതൊരു വലിയ അനുഭവമാണ്. നിങ്ങൾ പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഒരു അത്ഭുത ശക്തി നിങ്ങളെ ഓരോന്നോരോന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് നിങ്ങൾക്ക് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഓർക്കുന്നു, ഞാൻ MA ഡിഗ്രി പരീക്ഷ പ്രൈവറ്റായിട്ടാണ് എഴുതിയത്. പക്ഷേ എഴുതിയത് എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ മെയിൻ ഹാളിൽ വെച്ചാണ്. ആ മെയിൻ ഹാളിൽ വെച്ച് പരീക്ഷ എഴുതാൻ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ പേന ആ ഡെസ്കിൻ്റെ പുറത്തേക്ക് വെച്ചു. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ, നീ അന്ന് വാഴ്ത്തിയിട്ട് ആ പേനയെ തരണമെന്ന് പറഞ്ഞു. സ്തോത്രം. എന്ന് പറഞ്ഞു, കർത്താവേ, നിൻ്റെ തൃക്കരം എൻ്റെ മേലും തൊടണമേ എന്ന് പറഞ്ഞു. സ്തോത്രം. കർത്താവേ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കർത്താവേ, ഞാൻ വാങ്ങുന്നതിന് മുമ്പ് നീ എടുത്ത് എൻ്റെ കയ്യിലേക്ക് തരണമെന്ന് പറഞ്ഞു. എല്ലാം ഭാവനയാണ്, വിശ്വാസമാണ്. അതെല്ലാം അങ്ങനെ സംഭവിച്ചു. കേരള യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ പ്രൈവറ്റായിട്ട് എഴുതുന്ന ഒരാൾക്ക് റാങ്ക് കിട്ടിയ ചരിത്രമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കേരള യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ഹോൾഡറായിട്ട് ഞാൻ MA പാസ്സായി. ദൈവത്തിന് സ്തോത്രം. എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഞാൻ മാനസാന്തരപ്പെട്ടതിന് ശേഷമാണ് MA എഴുതിയത്. മാനസാന്തരപ്പെട്ടതിന് ശേഷമാണ് BA എഴുതിയത്. മാനസാന്തരപ്പെട്ടതിന് ശേഷമാണ് B.Ed എഴുതിയത്. എല്ലായിടത്തും റാങ്കായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ? ആര് തന്നു?
എനിക്ക് നല്ല ഉറപ്പുണ്ട്. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണ് ഡിഗ്രി ഒപ്പിട്ട് തന്നത്. പക്ഷേ ഞാൻ പറയും അത് സ്വർഗത്തിൽ നിന്ന് ഒപ്പിട്ട് തന്ന ഡിഗ്രിയാണെന്ന്. ഇത് വെറുതെ നിങ്ങൾ ഭാവന പോലെ കേൾക്കാനല്ല. ഇവിടെ കുട്ടികൾ പലരും ഇരിപ്പുണ്ടല്ലോ. മക്കളെ, നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കൂ. നിങ്ങളുടെ ഭാവി ശോഭനമാകും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ജോലി പ്രവേശിക്കൂ. ഭാവി ശോഭനമാകും. എല്ലാം കർത്താവ് നോക്കിത്തരും. ഈ നാളെ ഓർത്ത് വ്യാകുലപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നാളെ ഓർത്ത് വ്യാകുലപ്പെട്ടിരിക്കുന്നവർ, നാളെ ഓർത്ത് വേദനിച്ചു കൊണ്ടിരിക്കുന്നവർ, നാളെ ഓർത്ത് ഭയാക്രാന്തരായിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? മക്കളെ, നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ നാളെ ഓർത്ത് ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടി കരുതാൻ യേശു ക്രിസ്തു ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി കരുതാൻ ഒരു പാറയുണ്ട്. ആ പാറയിൽ വിള്ളലുണ്ട്. ആ പാറയിൽ നിങ്ങൾക്ക് അഭയമുണ്ട്. ആ പാറയിൽ നിങ്ങൾക്ക് ഇരിപ്പിടമുണ്ട്, കിടപ്പാടമുണ്ട്. ആ പാറയിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, അവിടെ സങ്കേതമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ പാറ ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കുക. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, 18 സംഗീതം 1 വാക്യം വായിക്കാം. അവൻ്റെ പാറ എന്നാണ് പറയുന്നത്, ദുർഗമെന്നാണ്, അവൻ്റെ ശരണം എന്നാണ്. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും, യഹോവ എന്റെ ശൈലവും, എന്റെ കോട്ടയും, എന്റെ കോട്ടയും, എന്റെ രക്ഷകനും, എന്റെ രക്ഷകനും, എന്റെ ദൈവവും, എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും, എന്റെ പരിചയം, എന്റെ പരിചയം, എന്റെ രക്ഷയായ കൊമ്പും, രക്ഷയായ കൊമ്പും, എന്റെ ഗോപുരവുമാകുന്നു. എന്റെ ഗോപുരവുമാകുന്നു. സങ്കീർത്തനക്കാരൻ എന്തൊരു ധൈര്യമാണ്. ദാവീദ് പാടുന്ന സങ്കീർത്തനമാണത്. ദാവീദ് ശൗലിനെ പേടിച്ച് ഓടി നടന്ന കാലം. ദാവീദ് തന്നെ കൊല്ലാൻ ശൗൽ രാജാവ് അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നു മനസ്സിലായപ്പോൾ ഓടി അകലുന്ന കാലം. ദൈവത്തിന് സ്തോത്രം. അനേകം പ്രതിസന്ധികളും ജീവിതം വഴിമുട്ടിപ്പോയ കാലം. അപ്പോഴാണ് ദാവീദ് പറയുന്നത്, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒന്നുകൂടി പറയാം, യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും, ശൈലം, ശൈലം പർവ്വതം. യഹോവ എൻ്റെ ശൈലവും, എന്റെ കോട്ടയും, എൻ്റെ കോട്ടയും, എന്റെ രക്ഷകനും, രക്ഷകനും, എന്റെ ദൈവവും, എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും, ശരണമാക്കുന്ന എൻ്റെ പാറയും, എന്റെ പരിചയം, എൻ്റെ പരിചയം, എന്റെ രക്ഷയായ കൊമ്പും, എൻ്റെ രക്ഷയായ കൊമ്പും, എന്റെ ഗോപുരവുമാകുന്നു. ഹല്ലേലൂയ, എൻ്റെ ഗോപുരവുമാകുന്നു. അടുത്തത്, സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. സ്തുതിക്കപ്പെടേണ്ടവനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. 56 സംഘത്തിന് ആദ്യ ഭാഗം വായിക്കുക. 56 സംഘത്തിന് ആദ്യ ഭാഗം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. ചുറ്റുമുള്ള മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ എൻ്റെ ശത്രുക്കളായി തീർന്നിരിക്കുന്നു. അവർ ഇടവിടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. ഞെരുക്കുന്നു. എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. ഗർവത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ. ഗർവത്തോടെ, അഹങ്കാരത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുന്നു. ഈ നാളിൽ എനിക്ക് വേറെ പോക്കിടമില്ല. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പാറയിൽ ആശ്രയിക്കാം. ദൈവത്തിന് 116 സങ്കീർത്തനം. 116 സങ്കീർത്തനം. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. അവൻ്റെ വീഴ്ചയിൽ രക്ഷിച്ചിരിക്കുന്നു. അവൻ്റെ കണ്ണുനീരിൽ രക്ഷിച്ചിരിക്കുന്നു. അവൻ്റെ കാലിൻ്റെ വീഴ്ചയിൽ രക്ഷിച്ചിരിക്കുന്നു. യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, മരണത്തിന്റെ കയറുകൾ എന്നെ ചുറ്റി, മരണപാശങ്ങൾ എന്നെ ചുറ്റി. പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ. ദൈവമേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുമുള്ളവൻ. നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ടു. അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ജീവനുള്ളവരുടെ ദേശത്ത് മരണം കാണാതെ ഞാൻ യഹോവയുടെ മുമ്പാകെ നടക്കും. എനിക്ക് മരണം വരുന്നതിന് മുമ്പ് യഹോവയുടെ മുമ്പാകെ നടക്കും. ദൈവത്തെ മുൻനിർത്തിയാൽ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും
ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പാറയിൽ നിങ്ങൾക്ക് ആശ്രയം കിട്ടിയാൽ നിങ്ങൾക്ക് പാടാം, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? സ്തോത്രം. എൻ്റെ ദൈവം എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓർത്തോർത്ത് നോക്കിയാൽ ഭൗതികമായ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ആരോഗ്യം തന്നിട്ടില്ലേ? കേൾക്കാൻ കാതിന് ചെവി തന്നിട്ടില്ലേ? കാണാൻ കണ്ണിന് കാഴ്ച തന്നിട്ടില്ലേ? ഇല്ലേ? ചിന്തിക്കാൻ ബുദ്ധി തന്നിട്ടില്ലേ? ഉണ്ടല്ലോ. നിങ്ങൾക്ക് ആലോചിക്കാൻ നിങ്ങൾക്ക് ചിന്താശക്തി തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് അനുദപിക്കാൻ ഹൃദയം തന്നിട്ടുണ്ടല്ലോ. എല്ലാം ദൈവം തന്ന ദാനങ്ങളല്ലേ. എത്രയോ പേര് കൈയില്ലാത്തവർ, എത്രയോ പേര് കണ്ണില്ലാത്തവർ, എത്രയോ പേര് കേൾക്കാൻ വയ്യാത്തവർ, എത്രയോ പേര് മിണ്ടാൻ വയ്യാത്തവർ. കർത്താവേ, നീ എനിക്ക് എല്ലാം തന്നിരിക്കുന്നല്ലോ. ഓർത്തോർത്ത് സ്തുതിക്കാൻ വകയുണ്ട്. ഒരു നേരവും ആഹാരത്തിന് മുട്ടില്ലാതെ ആഹാരം കഴിക്കാനുള്ള വക തന്നിരിക്കുന്നല്ലോ. ദൈവമേ, നിനക്ക് സ്തുതി. ഓരോരുത്തർക്കും ഉള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ദൈവത്തിന് സ്തോത്രം. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഇനി അതേ ചെയ്യാനുള്ളൂ. എനിക്ക് രക്ഷ കിട്ടിയിരിക്കുന്നു, ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. തൻ്റെ ഭക്തന്മാരുടെ പറഞ്ഞ യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. സ്തോത്രം. ജീവനുള്ള ദൈവം എന്നെ കാണുന്നു, എന്നെ കാക്കുന്നു, എന്നെ നയിക്കുന്നു. സംഘത്തിൽക്കാരൻ നല്ല ഉറപ്പുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശു നിങ്ങൾക്ക് നിരന്തരം ജീവോറവ് തുറന്നു തന്ന് നിങ്ങളെ നയിച്ചു കൊണ്ടുപോയിക്കൊള്ളും. നിങ്ങളുടെ കാര്യങ്ങൾ കർത്താവ് നോക്കും. നിങ്ങൾ വിശ്വസിക്കൂ. ഞാൻ ബാലനായിരുന്നു, ഞാൻ വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഒരുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഒരുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, സത്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ മുഴുവനായി യേശുവിന് കൊടുത്താൽ, നിങ്ങളെയും നിങ്ങൾക്കുള്ളതിനെ യേശുവിന് കൊടുത്താൽ, ദൈവത്തിന് സ്തോത്രം, കർത്താവ് നിങ്ങൾക്ക് ഇരട്ടിയായിട്ടില്ല, 10 മടങ്ങായിട്ടല്ല, 100 മടങ്ങായി പ്രതിഫലം തരും. ദൈവത്തിന് സ്തോത്രം. ദൈവമാർക്കും കടക്കാരനായിരിക്കില്ല. കൊടുത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ. കർത്താവിന് സ്തോത്രം. എൻ്റെ നിസ്സാരതയിൽ എളിമയിൽ ഞാൻ ചിലത് കൊടുത്തു നോക്കി. ദൈവത്തിന് സ്തോത്രം. മുഴുവൻ കൊടുത്തു എന്ന് പറയാനുള്ളതായ ധൈര്യം എനിക്ക് ആയിട്ടില്ല. ആ പ്രാഗൽഭ്യം എനിക്ക് വന്നിട്ടില്ല. മുഴുവൻ കൊടുത്തു എന്ന് ഞാൻ ഭാവിക്കുന്നുണ്ട്, ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഓരോ ടെസ്റ്റ് കേസ് വരുമ്പോഴാണ് ഇല്ല മുഴുവൻ കൊടുത്തില്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഭാരം വന്നാൽ അതിൻ്റെ അർത്ഥം എനിക്ക് ഭാരം വരുന്നതിന് കാരണം അത് ഞാൻ കൊടുത്തിട്ടില്ലെന്നല്ലേ. ഞാൻ വേറൊരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞതാണെങ്കിൽ എനിക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. ഭാരം വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാനത് കൊടുത്തിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ വേദനയോടെ പറയുക, കർത്താവേ, ഞാൻ എല്ലാം നിനക്ക് തരുന്നു, എന്നെയും എനിക്കുള്ളതിനെയും മുഴുവൻ നിനക്ക് തരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ കർത്താവിന് സ്തോത്രം. യേശു കേൾക്കുന്നുണ്ടല്ലോ, യേശു അറിയുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ യേശുവിന് വേണ്ടി കൊടുത്തത് നഷ്ടമായില്ല. ദൈവത്തിന് സ്തോത്രം. അനേകം സഹോദരന്മാർ എനിക്കുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ അനേകം സഹോദരന്മാർ, ഇവിടെ നാട്ടിൽ പലരും ആക്ഷേപിക്കുന്നുണ്ട്, പലരും പരിഹസിക്കുന്നുണ്ട്. സാരമില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗ്ഗത്തിൽ വലിയതാകുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ തിന്മയും കളവായി പറഞ്ഞുകൊള്ളട്ടെ, സാരമില്ല. നിത്യനിക്ഷേപമാണ് കിട്ടുന്നത്, ക്രിസ്തുവിനെയാണ് കിട്ടുന്നത്. ഈ ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം കൈമാറുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഭാഗ്യം മറ്റൊന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുവാൻ? തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് യേശുവിൻ്റെ കൈകളിലേക്ക് നിങ്ങളെ കൊടുക്കുവാൻ? അവൻ പാറയാണ്, അവൻ ഇളകാത്ത പാറയാണ്, അവൻ ചലിക്കാത്ത പാറയാണ്, അവൻ ഇളകാത്ത പാറ. ആ ഉറപ്പുള്ള പാറയിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കൂ. ദൈവത്തിന് സ്തോത്രം. അവിടെ സുരക്ഷിതത്വമുണ്ട്. സേഫ് ആൻഡ് സൗണ്ട് ഇൻ ഹിസ് ആംസ്. അവൻ്റെ കൈകളിൽ സേഫ് ആൻഡ് സൗണ്ട്. അവിടെ സമ്പൂർണ്ണമായി സുരക്ഷിതമായിരിക്കും, ഭദ്രമായിരിക്കും, ഒരു കേടും വരികയില്ല. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ, കൊടുത്തു നോക്കൂ. കൊടുത്തിട്ടാണ് ഞാൻ പറയുന്നത്, കൊടുത്തിട്ടാണ് പറയുന്നത്. എല്ലാം കൊടുത്തു പറയാൻ എനിക്ക് അവകാശമില്ലെങ്കിലും ഞാൻ എളിമയിൽ പറയട്ടെ, അത് കൊടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാം കൊടുത്തു കർത്താവ്, എല്ലാം ഏറ്റെടുത്ത് മാത്രമല്ല 10 മടങ്ങായി 100 മടങ്ങായി എനിക്ക് തിരികെ തരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നിനും മുട്ടില്ലാതെ കർത്താവ് നടത്തുന്നു. എൻ്റെ കർത്താവിന് സ്തോത്രം. അനേകരുടെ സ്നേഹം കിട്ടുന്നു, അനേകരുടെ വാത്സല്യം കിട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം യേശുവിന് നിങ്ങൾ കൊടുക്കൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശു നിങ്ങളെ തൊടും, യേശു നിങ്ങളെ വാഴ്ത്തും, യേശു നിങ്ങളെ അനുഗ്രഹിക്കും, യേശു നിങ്ങളെ വിശുദ്ധീകരിക്കും. നിങ്ങളുടെ ഭാരങ്ങൾ യേശു ഏറ്റെടുക്കും, ഭാരങ്ങൾ ചുമടുകൾ യേശു ഏറ്റെടുക്കും. മോനെ, നീ തനിയെ ചുമക്കണ്ട. കർത്താവ് പറയുന്നു, നീ തനിയെ ചുമക്കണ്ട, നീ എൻ്റെ ഈ വാഹനത്തിലേക്ക് കയറി ഇരുന്നുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. വാഹനത്തിലേക്ക് കയറിയിരുന്നു, പക്ഷെ പിന്നെയും ചുമട് ചുമന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ചോദിച്ചു, നീ എന്തിനാണ് നീ ചുമട് ചുമന്നുകൊണ്ടിരിക്കുന്നത്? ആ വാഹനത്തിലേക്ക് ചുമട് വയ്ക്ക്, നീ സ്വതന്ത്രനായിട്ടിരിക്കൂ. കർത്താവിന് സ്തോത്രം. ഇതുവരെയും വാഹനത്തിൽ കയറിയെങ്കിലും ചുമട് പിന്നെയും ചുമന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. രക്ഷിക്കപ്പെട്ടെങ്കിലും പിന്നെയും ചുമട് ചുമന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ,
കൊടുക്കൂ നിങ്ങളുടെ ഭാരങ്ങൾ, ഏൽപ്പിക്കൂ നിങ്ങളുടെ ആകുലങ്ങൾ, പറയൂ നിങ്ങളുടെ ആവലാധികൾ, എല്ലാം ഏൽപ്പിക്കൂ. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. കണ്ണീരോടെ എല്ലാം പറയൂ. എല്ലാം കേൾക്കാൻ യേശുവുണ്ട്. യേശു ജീവിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ഗോകുൽത്തായിലെ കുരിശിൽ മരിച്ച രക്ഷകൻ ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്. അവന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മെ സ്വീകരിപ്പാൻ കരനീട്ടി നിൽക്കുകയാണ്. അവൻ രണ്ടാമത്തെ വരവിൽ പറന്നുയരുവാൻ നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശു വീണ്ടും വരും. പ്രിയപ്പെട്ടവരെ, അവൻ്റെ തിരക്തത്താൽ പാവം പ്രാപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വന്നുപോയ പാവങ്ങളെല്ലാം ആ തിരക്തത്തിൽ കഴുകിക്കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയും, യേശുവേ എൻ്റെ സകല പാവങ്ങൾ ക്ഷമിച്ച് എന്നെ നിൻ്റെ മകനാക്കണമേ, നിൻ്റെ മകളാക്കി തീർക്കണമേ, എന്നെ നിൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർക്കണമേ, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമേ, ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേര് എഴുതണമേ, ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരിലുള്ള പാവങ്ങളെല്ലാം മായിച്ചു കളയണമേ. കർത്താവേ, ന്യായവിധി ദിവസത്തിൽ ഞാൻ ലജ്ജിതനായിരിക്കാൻ തക്കവണ്ണം കർത്താവേ, ഇന്ന് ഈ പാറയിൽ പാർപ്പിടം കണ്ടുകൊണ്ട് ഞാനിതാ എന്നെ തന്നെ നിൻ്റെ കരകളിലേക്ക് തരുന്നു. യേശുവേ, നീ പിടിച്ചുകൊള്ളണമേ. യേശുവേ, നീ എന്നെ മുറുകെ പിടിച്ചുകൊള്ളണമേ. നിലയില്ലാത്ത ആഴത്തിലേക്ക് ഞാൻ താണു പോകാതെ യേശുവേ, നീ എന്നെ പിടിച്ചുകൊള്ളണമേ. പാപത്തിൻ്റെ അഗാധതലങ്ങളിലേക്ക് ഞാൻ പോകാതെ എന്നെ നീ പിടിച്ചുകൊള്ളണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. അവൻ്റെ കരവിതാ നീട്ടിയിരിക്കുന്നു. ആണിപ്പാടുള്ള കരം നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുകയാണ്. ആ കരം നിങ്ങളെ പിടിക്കാൻ, ആ കരം നിങ്ങളെ നീട്ടിക്കൊണ്ട് അവൻ നിങ്ങൾ പറയുന്നു, മകനെ വിശ്വസിക്കുക, മകളെ ആശ്രയിക്കുക, മകനെ നീ തീരുമാനിക്കുക, നിന്നെ തന്നെ തരിക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ ഉണക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാറയിൽ കുഴിമയിൽ പാർപ്പിടമുണ്ടാക്കുന്നു. ഉറുമ്പലഹീന ജാതിയെങ്കിലും വേനൽക്കാലത്തിൻ്റെ ആഹാര സമ്പാദിച്ച് വയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ തന്നെ താഴ്ത്തുവീൻ, നിങ്ങൾ തന്നെ സമർപ്പിക്കുവീൻ. യേശുവേ, ഞാനിതാ വരുന്നു, എന്നെ നീ കൈക്കൊള്ളണമേ. യേശുവേ, എൻ്റെ പാപഭാര ചുമടുമായി ഞാനിതാ വരുന്നു. എൻ്റെ പാപങ്ങളുടെ ചുമടെല്ലാം എന്നിൽ നിന്ന് മാറ്റണമേ. എൻ്റെ യേശുവേ, എൻ്റെ ആകുലങ്ങളും ഭാരങ്ങളും പ്രശ്നങ്ങളുമായി ഞാനിതാ വരുന്നു. എനിക്കൊരു മോചനം തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. അത്ഭുതങ്ങൾ നടക്കട്ടെ, അതിശയങ്ങൾ നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കാര്യം നിങ്ങളുടെ തലമേൽ വയ്ക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ തലമേൽ യേശുവിൻ്റെ കാര്യം വയ്ക്കട്ടെ. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഭാരങ്ങൾ മാറ്റട്ടെ, പ്രശ്നങ്ങൾ തീർക്കട്ടെ, എല്ലാ ബാധ്യതകൾ മാറ്റി നിങ്ങൾക്ക് സമാധാനം തരട്ടെ. കടത്തിൽ മുങ്ങി വലയുന്നവർക്ക് കടം മാറുവാനുള്ള ഉപാധികൾ കർത്താവ് തരട്ടെ. രോഗത്തിൽ വലയുന്നവർക്ക് രോഗശമനത്തിലുള്ളതായി വഴികൾ കർത്താവ് തരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഭാരപ്പെട്ട് ആകുലപ്പെട്ട് മനസ്സ് നൊമ്പരപ്പെട്ട് നൊന്ത് വീങ്ങിക്കഴിയുന്നവർ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കട്ടെ. യേശു നിങ്ങളെ ഏറ്റെടുക്കും. യേശു നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. യേശുങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മക്കൾ ഉയർത്തിരിക്കുന്ന കാര്യങ്ങൾ എവിടുന്ന് കാണുന്നുവല്ലോ കർത്താവേ. അവിടുത്തെ പ്രിയ സൃഷ്ടിയായ ഈ മക്കൾ, അവിടുന്ന് രക്തം കൊടുത്ത് വീണ്ടെടുത്ത മക്കളാകുന്ന ഈ മക്കൾ ഓരോരുത്തരും കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത് കാണുന്നുവല്ലോ. കരങ്ങളിൽ കയറി പിടിക്കണമേ. രോഗസൗഖ്യം നൽകണമേ. ഭാരങ്ങൾ മാറ്റണമേ. ആകുലങ്ങൾ നീക്കണമേ. ശാപങ്ങൾ മാറ്റണമേ. എല്ലാ ബന്ധനങ്ങളും അഴിക്കണമേ. എല്ലാ കെട്ടുകളും പൊട്ടിച്ചു കളയണമേ. സമാധാന ദേശത്തേക്ക് പറന്നു വരുവാൻ എല്ലാവരും ഇരിക്കണമേ. അടുത്ത രണ്ടാമത്തവരിന് വേണ്ടി എല്ലാവരെയും രൂപാന്തരപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.